ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു കേക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് എൻ്റെ കസിൻ ഉള്ളതാണ്. ഞങ്ങൾ 3 പേരാണ് കേട്ടോ. ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ ഒരുപാട് പേര് കസിൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേര് ഭയങ്കര ചെറുപ്പം മുതലേ ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള 3 കസിൻസാണ്. അതിലൊരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് ഒരു സർപ്രൈസ് കേക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വെറൈറ്റി ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഒരു ഓപ്ഷനായിരുന്നു നമുക്ക് ഫ്രഞ്ച് ഒപ്പേര കേക്ക് ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് അൺഫിനിഷ്ഡ് കേക്കാണ്. അതായത് അവൾക്കും അവൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കിനെക്കാട്ടിലൊക്കെ അവൾക്ക് ഇങ്ങനെ കുറച്ച് അൺഫിനിഷ്ഡ് കേക്കുകളാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ കോഫി ഫ്ലേവറാണ്. കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേക്ക്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ റിവ്യൂ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അവളെന്നെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് കേക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഡയറ്റിലായിരുന്ന ആൾക്കാർ വരെ ഡയറ്റ് പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും കോഫി ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കോഫി ലവേഴ്സ് അല്ലാത്തവർക്കും കോഫി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വന്നിട്ട് 4 ലെയറാണ് ഈ ഒരു കേക്ക് ഉണ്ടാവുക. അതിൽ സെൻറ്ററത്തെ ലെയറിലാണ് നമ്മൾ കോഫി ആൻഡ് നട്ട്സ് ചോക്ലേറ്റ് ഫില്ലിങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. നോർമൽ ഷുഗർ സിറപ്പിലല്ല നമ്മൾ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്, ഇത് കോഫി ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും കോഫിയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ നമുക്ക് ആ കേക്കിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ലെയറിലും മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ലിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ ഇതുപോലെ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ന്യൂട്ടല്ലയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ലെയർ ക്രീം ഇങ്ങനെ വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്യാണ്, ഗനാഷ് ഒഴിച്ചു കൊടുക്കട്ടെ. ഗനാഷ് അത്യാവശ്യം കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗനാഷിലൂടെയാണ് നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഗനാഷ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ന്യൂട്ടല്ല വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ 2 കിറ്റ്കാറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൂടി വെച്ചപ്പോൾ ആ ഒരു കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.